കൃഷ്ണേട്ടാ ബേ അരിയും പഞ്ചസാര തന്നെ ഇന്നല്ലേ കാസർഗോഡ് ജില്ലയിലെ തെയ്യംകെട്ട് ലാസ്റ്റ് ഒന്ന് ബേ തന്നെ ബേ പോവാണ്ട് സമയം പെയ്തു. എന്നാ പിന്നെ എനിക്ക് നേരത്തെ വന്നൂടെ എനിക്ക്. ബേ പോയിട്ട് കുറെ പെയ്തു. കൃഷ്ണേട്ടാ അപ്പൊ ഓക്കെ ഞാൻ പോകുന്നു, എല്ലാം കാണാൻ കഴിയാ. ഗൈസ്, ഉദുമ കുറുക്കൻകുന്ന് തറവാട് തെയ്യംകെട്ട് മഹോത്സവം കാസർഗോഡ് ജില്ലയിലെ ഈ വർഷത്തെ അവസാന തെയ്യംകെട്ടിന് ഞാൻ സാക്ഷി. 50 വർഷം മുമ്പത്തെ അതേ കലണ്ടർ രേഖയിൽ നടക്കുന്ന മറ്റൊരു തെയ്യംകെട്ട്. ഇവിടെ ഒരമ്മ കൂട്ടുകാരിയെ കണ്ട സന്തോഷത്തിൽ പഴയകാല വിശേഷങ്ങൾ പങ്കുവെക്കുന്നു. 50 കൊല്ലം മുമ്പിലെ തെയ്യംകെട്ടിനെക്കാളും ഈ തെയ്യംകെട്ട് മഹാസംഭവമാണ് കേട്ടാ. ശരിയാണ്, അത്രയും വലിയൊരു ജനസാഗരം തന്നെയാണ് ഞാനിവിടെ കണ്ടത്. മോളെ വെള്ളം കുടിക്ക്, തമ്പാച്ചിയെ കാണണ്ടേ എന്ന് പറഞ്ഞ് വെള്ളം കൊടുക്കുന്ന അമ്മ. ഇത്രയും ജനങ്ങൾ വരുന്നത് കൊണ്ട് തന്നെ കലവറയിൽ അധികം പച്ചക്കറികൾ കരുതിയിരിക്കേണ്ടത് അത്യാവശ്യമാണ്. 50 വർഷം മുമ്പേ നടത്തിയ വയനാട്ടുകുലവൻ തെയ്യംകെട്ട് മഹോത്സവ ചരിത്ര പ്രസിദ്ധമായ ഫോട്ടോയിൽ പകർത്തിയ ബപ്പടൽ ചടങ്ങ് വരെയുള്ള ചിത്രങ്ങൾ കലവറയ്ക്ക് മുന്നിൽ തൂക്കിയിട്ടത് കാണാം. നിങ്ങളിത് കാണുമ്പോൾ വിചാരിച്ചു കാണും ഇതാണ് കേളൻ എന്ന്. എന്നാലല്ല, കേളൻ മറക്കളത്ത് വരുന്നതിന് മുന്നേ കോരച്ചൻ തെയ്യം ഇവിടെ ഉറഞ്ഞാടുന്നുണ്ടായിരുന്നു. തറവാടിന്റെ തൊട്ടു പുറകിലുള്ള അണിയറയിൽ കേളന്റെ വെള്ളാട്ടം ഒരുക്കുന്ന തിരക്കിലാണ്. ഉത്സവത്തിന്റെ ചുണക്കുട്ടികളായ വളണ്ടിയർമാർ കൈകൾ കോർത്തു പിടിച്ച് കേളന് വരാൻ വേണ്ടി വഴിയൊരുക്കി. ശേഷം ചെണ്ട കൊട്ടി വരവറിയിച്ചു. കേളൻ അണിയറയിൽ നിന്നും മന്ദം മന്ദം ഭക്തജനങ്ങൾക്കിടയിലേക്ക് സാക്ഷാൽ കണ്ടനാർ കേളൻ വെള്ളാട്ടത്തിന്റെ പുറപ്പാട്. കേളന്റെ ഈ രൗദ്രമായ മുഖഭാവം കാണുമ്പോൾ തെല്ലൊന്നു ഭയന്നു പോകും. കേളൻ മറക്കളത്ത് ചെന്ന് കുറച്ച് സമയങ്ങൾക്ക് ശേഷമാണ് ബപ്പടൽ ചടങ്ങ് നടക്കുന്നത്. ചവിട്ടിക്കേറി നിൽക്കാൻ ഒരു കസേര ഉണ്ടായതുകൊണ്ട് നന്നായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റി. ദൂരെ കാഴ്ചയാണെങ്കിലും എനിക്ക് ആസ്വദിക്കാൻ പറ്റി. എല്ലാ തെയ്യംകെട്ടിലും യാദൃശ്ചികമായി കാണുന്ന കുറച്ച് സുഹൃത്തുക്കൾ ഇവിടെയും കണ്ടു. ഞാൻ വരുമ്പോൾ ഭക്ഷണം കഴിച്ചതുകൊണ്ട് അന്നദാനം കഴിക്കാൻ നിന്നില്ല. തെയ്യക്കോലവും നമ്മുടെ നാടിന്റെ സംസ്കാരവും ഇവിടെ അവസാനിക്കുന്നില്ല, തുടരും.